ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കോറു സിംഗ്. ആരാണ് കോറു സിംഗ് എന്നുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു അസിസ്റ്റും പ്രൊവൈഡ് ചെയ്ത് നല്ലൊരു പെർഫോമൻസ് നടത്തിയ താരമാണ്. അപ്പം ഒരു ഹൈപ്പ് ചെയ്യാനൊന്നും ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. പക്ഷേ നമ്മളങ്ങനെ വിശദമായിട്ട് ഈ ഒരു താരത്തെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ. കാരണം പെട്ടെന്ന് റിസർവിൽ നിന്ന് പ്രൊമോട്ടൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്ലെയർ ആണല്ലോ. കാരണം ആദ്യം അദ്ദേഹം അണ്ടർ-20 ടീമിൻ്റെ ഭാഗമായിട്ട് പ്രീ സീസണിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു താരത്തെ പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം തന്നെയാണ് കോറു സിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു 17ാമത്തെ വയസ്സിൽ തന്നെ ഇതിനോടകം അദ്ദേഹം ഇന്ത്യയുടെ അണ്ടർ-20 ടീമിന് വേണ്ടി നിരവധി മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. സാഫിലും അതുപോലെ അണ്ടർ-20 ഏഷ്യൻ ക്വാളിഫയേഴ്സിലും ഒക്കെ ആയിട്ട് എന്നുള്ളതാണ്. മണിപ്പൂരിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് കോറു സിംഗ് ജനിക്കുന്നത്. 9ാമത്തെ വയസ്സ് മുതലാണ് അദ്ദേഹം ഫുട്ബോൾ കളിച്ചു തുടങ്ങുന്നത്. എന്നാൽ കോറു സിംഗിൻ്റെ 10ാമത്തെ വയസ്സിൽ ഒരു നാച്ചുറൽ കലാമിറ്റിയിൽ തൻ്റെ പേരൻസിനെ അദ്ദേഹത്തിന് നഷ്ടമാവുകയാണ്. അതിനുശേഷം ഒരു ബന്ധുവീട്ടിലൊക്കെയായിരുന്നു കോറു താമസിച്ചിരുന്നത്. അങ്ങനെ 2020 ഇംഫാലിൽ വെച്ച് സുദേവ ഡൽഹിയുടെ ഒരു ട്രയൽസ് നടക്കുന്നത്. ആ ഒരു ട്രയൽസിൽ കോറു സിംഗ് അറ്റൻഡ് ചെയ്യുകയാണ്. അങ്ങനെ 14 വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു താരത്തിന് സുദേവ ഡൽഹിയുടെ യൂത്ത് ടീമിലേക്കുള്ള ഒരു സെലക്ഷൻ ലഭിക്കുകയാണ്. അവിടുന്നാണ് പിന്നെ അദ്ദേഹം അണ്ടർ-17 കളിച്ചു, അണ്ടർ-20 കളിച്ചു, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് കളിച്ചു. നിലവിൽ ISLലെ ഏറ്റവും പ്രായം കുറഞ്ഞ അസിസ്റ്റ് പ്രൊവൈഡറായി മാറുന്നത്. അതുപോലെ അണ്ടർ-17 ഇന്ത്യൻ ടീമിന്റെ AFC ഏഷ്യൻ കപ്പിലെ ക്യാപ്റ്റനും കോറു സിംഗ് ആയിരുന്നു. ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളിൽ പോലും ഡിപ്രസ്ഡ് ആകുന്ന നമ്മൾ തീർച്ചയായിട്ടും കോറു സിംഗിന്റെ ജീവിതം മനസ്സിലാക്കേണ്ടതാണ്. എത്രത്തോളം സഫർ ചെയ്തിട്ടായിരിക്കും അദ്ദേഹം ഇവിടം വരെ എത്തിയിട്ടുണ്ടാകുക. ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനാകട്ടെ, അതിനുള്ള ടാലന്റ് ഉള്ള താരം തന്നെയാണ് കോറു സിംഗ്. സുദേവയിൽ കളിക്കുന്ന സമയത്താണ് ബിബിയാനോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഇന്ത്യയുടെ അണ്ടർ-17 കോച്ചിൻ്റെ ഒരു കണ്ണിൽ ഇദ്ദേഹം പെടുന്നത്. ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും ഒരു റൈറ്റ് വിങ്ങറായിട്ടും ഒക്കെ കളിക്കുന്ന ഒരു താരമാണ്. അന്നൊരു ടോപ്പ് പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം നടത്തിയിരുന്നത്. അങ്ങനെയാണ് 2023 കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ റിസർവ് ടീമിലേക്കുള്ള ഒരു സൈനിങ് നടത്തുന്നത്. അതിനുശേഷം അദ്ദേഹം RFDLലും KPLലും ഒക്കെ കളിച്ചിരുന്നു. സീനിയർ ടീമിന് വേണ്ടിയും കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കളിച്ചിരുന്നു. സൂപ്പർ കപ്പിൽ വളരെ കുറച്ച് മിനിറ്റുകൾ കളിച്ചിരുന്നു. അതുപോലെ ISLൽ ലാസ്റ്റ് സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കുറച്ച് മിനിറ്റ്സിന് അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയുടെ അണ്ടർ-20 ടീമിൻ്റെ ഒരു ക്യാമ്പ് നടക്കുന്നതിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു സീസണിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് പ്രീ സീസണിൻ്റെ ഒന്നും ഭാഗമാകാനായിട്ട് സാധിച്ചില്ല. അതിനുശേഷം വളരെ വൈകി മാത്രമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. സോ മുംബൈ സിറ്റി FC-ക്കെതിരെയുള്ള മത്സരത്തിൽ എന്തുകൊണ്ട് രണ്ടാം പകുതിയിൽ കോറു സിംഗ് എന്ന് പറയുന്ന ഇത്രയും ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പ്ലെയറെ ഇറക്കി എന്നുള്ളത് പലരും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. സോ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ടാലൻറ്റ് കോച്ച് മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ കോറു സിംഗ് എന്ന് പറയുന്ന താരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ മിഗാൽ സ്റ്റാറെ തീരുമാനിക്കുന്നത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രകടനം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. ഒരു അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു താരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു, അദ്ദേഹത്തെ ഫുൾ ടൈം കളിപ്പിച്ചിരുന്നെങ്കിൽ നമുക്കൊരു ഇമ്പാക്റ്റ് കിട്ടിയില്ലേ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം നമുക്കറിയാമല്ലോ, വളരെ യങ്ങായിട്ടുള്ള പ്ലെയറാണ്. ഇപ്പോൾ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു സീരിയൽ ലെവലുള്ള കരിയർ തുടങ്ങുന്നത്. പ്രീ സീസണിൻ്റെ ഒന്നും ഭാഗമായിരുന്നില്ല. പിന്നെ അദ്ദേഹം ഓൾറെഡി ടയേർഡായിരുന്നു. പിന്നെ യെല്ലോ കാർഡ്, ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സൊക്കെ കൊണ്ടാണ്. എന്താണെങ്കിലും ഇനി മുന്നോട്ടുള്ള യാത്രയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് റൈറ്റ് വിങ്ങിൽ റിലേ ചെയ്യുന്നൊരു താരമായിട്ട് മാറിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ കോറു സിംഗ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് തീർച്ചയായും കമ്പോസ് ചെയ്യാൻ വേണ്ടി. സൈനിങ് ഓഫ്.